എല്ലാവർക്കും മെയ് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഇത്രയും വ്യൂ കയറുന്നത്. അതുകൂടാതെ തന്നെ ഇത്രയും ലൈക്കും കമൻസും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയുവാണ്. കാരണം ആ വീഡിയോ അത്രത്തോളം നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് മനസ്സിലായി. ഇതുപോലെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തുവാണെങ്കിൽ അതിലെ ഡ്രോബാക്ക് എന്താണെന്നും അതിൽ ഞാൻ എന്തൊക്കെ പോരായ്മകൾ ഇന്ന് തിരുത്താനുണ്ടെന്നും അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടന്റുകൾ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ എനിക്ക് കിട്ടും. അപ്പോൾ ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഹിന്ദി എളുപ്പമാക്കാൻ പറ്റുമോ ആ രീതിയൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഹിന്ദി ഗാനങ്ങളിലൂടെയും ഹിന്ദി മൂവി ഡയലോഗ്സിലൂടെയും കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഹിന്ദി ഗാനം മാത്രമല്ല, പല മെത്തേഡുകൾ യൂസ് ചെയ്ത് ഹിന്ദി എളുപ്പമാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദി ന്യൂസ് ഹെഡ്ലൈൻസിലൂടെ എങ്ങനെ നമുക്ക് ഹിന്ദി പഠിക്കാമെന്നാണ് നോക്കുന്നത്. ഹിന്ദി ന്യൂസ് ഹെഡ്ലൈൻസിലൂടെ ഹിന്ദി പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ വേർഡ്സ് കിട്ടും. അപ്പോൾ ഇന്നത്തെ കാലത്ത് അപ്ഡേറ്റഡ് ആവാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ വാക്കുകൾ പഠിക്കാനും പുതിയ പ്രയോഗങ്ങൾ പഠിക്കാനും ഇത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് കൊടുത്തിരിക്കുന്ന ന്യൂസ് ഹെഡ്ലൈൻസ് ഹിന്ദിയിലെ ന്യൂസ് ചാനലായ ആജ് തക് എന്നുള്ള ചാനലിൽ നിന്നെടുത്ത കുറച്ച് ഹെഡ്ലൈൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ന്യൂസ് ഹെഡ്ലൈൻ വായിക്കാം. തേസി സെ ഫൈൽ രഹാ കൊറോണ. തേസി സെ ഫൈൽ രഹാ കൊറോണ. ഇനി നമുക്ക് അർത്ഥം നോക്കാം. ആദ്യം നമുക്ക് വാക്കുകൾ പരിചയപ്പെടാം. കൊറോണ, കോവിഡ്, ഫൈൽ രഹാ ഹെ, അതിൽ ഫൈൽന മീൻസ് വ്യാപിക്കുക, സ്പ്രെഡ്. ഫൈൽന സ്പ്രെഡ്, വ്യാപിക്കുക. തേസി സെ, അതിൽ തേസി മീൻസ് സ്പീഡ്, വേഗം. തേസി സ്പീഡ്, വേഗം. ഇനി നമുക്ക് സെന്റൻസ് നോക്കാം. തേസി സെ ഫൈൽ രഹാ കൊറോണ. തേസി സെ മീൻസ് വേഗത്തിൽ, ഫൈൽ രഹ ഫൈലിന സ്പ്രെഡ് ആവുക, വ്യാപിക്കുക, പടരുക എന്നൊക്കെയാണ് മീനിങ്. ഫൈൽ രഹാഹെ എന്ന് പറഞ്ഞാൽ പടരുന്നു, പടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. കൊറോണ, ഓക്കെ. തേസി സെ ഫൈൽ രഹ കൊറോണ. അപ്പൊ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? കോവിഡ് വേഗത്തിൽ പടരുന്നു. അടുത്ത ഹെഡ്ലൈൻ നോക്കാം. सेना ने ऑपरेशन सिंदूर का नया वीडियो जारी किया. सेना ने ऑपरेशन सिंदूर का नया वीडियो जारी किया. ഇനി ഈ സെന്റൻസിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ആദ്യം മീനിങ് നോക്കാം. സേന മീൻസ് ആർമി. സേന, ആർമി. ഇനി ഓപ്പറേഷൻ സിന്ദൂർ എല്ലാവർക്കും അറിയാം. നയ മീൻസ് ന്യൂ, പുതിയ. വീഡിയോ, വീഡിയോ തന്നെ. ജാരി കിയ എന്ന് പറഞ്ഞാൽ പുറത്തിറക്കി, റിലീസ് ചെയ്തു എന്നാണ് അർത്ഥം. സേനാനെ ഓപ്പറേഷൻ സിന്ദൂർ കാ നയ വീഡിയോ ജാരി കിയ. ഇതൊരു പാസ്റ്റ് ടെൻസിലെ സെന്റൻസ് ആണ്. ക്രിയ ചെയ്യുന്ന ആളുടെ ഒപ്പമാണ് നമ്മൾ നേ ചേർക്കുന്നത്. ആ കാര്യം സംഭവിച്ചു അല്ലെങ്കിൽ അയാളത് ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താടെ കൂടെ നമ്മൾ നേ ചേർക്കും. അതായത് ഇവിടെ ആർമി ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പോൾ സേനാനെ എന്താണ് ചെയ്തത്? ഓപ്പറേഷൻ സിന്ദൂർ കാ നയ വീഡിയോ ജാരി കിയ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ നയ വീഡിയോ, പുതിയ വീഡിയോ, ജാരി കിയ മീൻസ് പുറത്തിറക്കി. ഓക്കെ, ഒന്നുകൂടി നോക്കാം. സേനാനെ ഓപ്പറേഷൻ സിന്ദൂർ കാ നയ വീഡിയോ ജാരി കിയ. സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പുതിയ വീഡിയോ പുറത്തിറക്കി. അടുത്ത ഹെഡ്ലൈൻ നോക്കാം. ഭാരത് കാ സമുദ്രി ഓപ്പറേഷൻ, ഡൂബത്തെ ജഹാസ് കാ റെസ്ക്യൂ. ഭാരത് കാ സമുദ്രി ഓപ്പറേഷൻ, ഡൂബത്തെ ജഹാസ് കാ റെസ്ക്യൂ. അർത്ഥം നോക്കാം. സമുദ്രി ഓപ്പറേഷൻ, നേവൽ ഓപ്പറേഷൻ. ഡൂബന, സിങ്ക്, മുങ്ങുക. ഡൂബന, സിങ്ക്, മുങ്ങുക. ജഹാസ് മീൻസ് ഷിപ്പ്, കപ്പൽ. ജഹാസ്, ഷിപ്പ്, കപ്പൽ. ഇനി നമുക്ക് ആ സെന്റൻസിന്റെ മീനിങ് നോക്കാം. ഭാരത് കാ സമുദ്രി ഓപ്പറേഷൻ. ഭാരത് മീൻസ് ഇന്ത്യ അല്ലെ? ഇന്ത്യയുടെ സമുദ്രി ഓപ്പറേഷൻ, നാവിക ഓപ്പറേഷൻ. ഭാരത് കാ സമുദ്രി ഓപ്പറേഷൻ, ഇന്ത്യൻ നാവിക ഓപ്പറേഷൻ. ഡൂബത്തെ ജഹാസ് കാ റെസ്ക്യൂ. ഡൂബന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, മുങ്ങുക. ജഹാസ്, കപ്പൽ. ഡൂബത്തെ ജഹാസ് മീൻസ് മുങ്ങുന്ന കപ്പൽ. ഓക്കെ. ഡൂബത്തെ ജഹാസ് കാ റെസ്ക്യൂ. റെസ്ക്യൂ എന്താണ്? രക്ഷാപ്രവർത്തനം അല്ലെ?
റെസ്ക്യൂ രക്ഷാപ്രവർത്തനം. ഡൂബ്ത്തെ ജഹാസ് കാ റെസ്ക്യൂ മീൻസ് മുങ്ങുന്ന കപ്പലിന്റെ രക്ഷാപ്രവർത്തനം. സെന്റൻസ് നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഭാരത് കാ സമുദ്രി ഓപ്പറേഷൻ ഡൂബ്ത്തെ ജഹാസ് കാ റെസ്ക്യൂ. ഇന്ത്യൻ നാവിക ഓപ്പറേഷൻ മുങ്ങുന്ന കപ്പലിന്റെ രക്ഷാപ്രവർത്തനം. അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. സടക്കും പർ സൈലാബ് ഗാഡിയാം ഡൂബി. സടക്കും പർ സൈലാബ് ഗാഡിയാം ഡൂബി. ഇനി നമുക്ക് അർത്ഥം നോക്കാം. സൈലാബ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ്, വെള്ളപ്പൊക്കം. സൈലാബ് ഫ്ലഡ്, വെള്ളപ്പൊക്കം. സഡക് മീൻസ് റോഡ്. സടക്കും പർ സൈലാബ്, സടക്കിന്റെ പ്ലൂറൽ ആണ് സടക്കും, റോഡുകൾ. സടക്കും പർ, റോഡുകളിൽ. പർ എൻ്റെ അർത്ഥം ഓൺ ദ റോഡ്. ഓൺ എന്നുള്ള പ്രിപ്പോസിഷന് പകരമാണ് ഹിന്ദിയിൽ പർ എന്ന് യൂസ് ചെയ്യുന്നത്. സടക്കും പർ, റോഡുകളിൽ. സൈലാബ്, വെള്ളപ്പൊക്കം, റോഡുകളിൽ വെള്ളപ്പൊക്കം. ഗാഡിയാം ഡൂബി. ഗാഡി എന്ന് പറഞ്ഞാൽ വണ്ടി, വാഹനം, വെഹിക്കിൾ. ഗാഡിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൂറൽ ആണ് വാഹനങ്ങൾ. അടുത്തത് ഡൂബി അല്ലേ. ഡൂബന എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഹെഡ്ലൈനിൽ പഠിച്ചു. മുങ്ങുക എന്നാണ് അർത്ഥം. ഡൂബന സിങ്ക്, മുങ്ങുക. ഗാഡിയാം ഡൂബി എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? വാഹനങ്ങൾ മുങ്ങി. ഇവിടെ ഡൂബി എന്ന് കൊടുത്തിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഡൂബന എന്നുള്ള വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡൂബി. കാരണം ഇവിടെ ഗാഡി എന്നുള്ളത് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് ഡൂബിയും എന്ന് വന്നത്. ഓക്കെ, പുല്ലിംഗായിരുന്നെങ്കിൽ ഡൂബ എന്നാണ് വരേണ്ടത്. ഗാഡിയാം ഡൂബി, വാഹനങ്ങൾ മുങ്ങി. അടുത്ത നോക്കാം. രാജസ്ഥാൻ സെ പക്കടാ ഗയ എക് ഓർ ജാസൂസ്. രാജസ്ഥാൻ സെ പക്കടാ ഗയ എക് ഓർ ജാസൂസ്. അർത്ഥം നോക്കാം. ജാസൂസ് എന്ന് പറഞ്ഞാൽ സ്പൈ, ചാരൻ. ജാസൂസ്, സ്പൈ, ചാരൻ. പക്കടാ ഗയ, പക്കടന എന്ന് പറഞ്ഞാൽ പിടിക്കുക. പക്കടാ ഗയ, പിടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. പക്കടാ ഗയ, കോട്ട്, പിടിക്കപ്പെട്ടു. രാജസ്ഥാൻ സെ പക്കടാ ഗയ എക് ഓർ ജാസൂസ്. രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, രാജസ്ഥാൻ സേ എന്ന് പറഞ്ഞാൽ ഫ്രം രാജസ്ഥാൻ, രാജസ്ഥാനിൽ നിന്ന്. പക്കടാ ഗയ, പിടിക്കപ്പെട്ടു. എക്കോർ ജാസൂസ്, എക്കോർ മീൻസ് മറ്റൊരു. ഓക്കെ, ജാസൂസ് എന്ന് പറഞ്ഞാൽ ചാരൻ. ഓക്കെ, മറ്റൊരു രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ചാരൻ, സ്പൈ. രാജസ്ഥാൻ സെ പക്കടാ ഗയ എക്കോർ ജാസൂസ്. രാജസ്ഥാനിൽ നിന്ന് മറ്റൊരു ചാരൻ പിടിയിൽ. ഓക്കെ, രാജസ്ഥാനിൽ നിന്ന് മറ്റൊരു ചാരനെ കൂടി പിടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അടുത്ത ന്യൂസ് നോക്കാം. दिल्ली एयरपोर्ट पर भारी बारिश का असर, यातायात हुआ प्रभावित. दिल्ली एयरपोर्ट पर भारी बारिश का असर, यातायात हुआ प्रभावित. ഇനി അർത്ഥം നോക്കാം. ഭാരി ബാരിഷ്, കനത്ത മഴ. ഭാരി എന്ന് പറഞ്ഞാൽ കനത്ത, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. ഭാരി ബാരിഷ്, കനത്ത മഴ. യാതായാത് എന്ന് പറഞ്ഞാൽ ഗതാഗതം, ട്രാഫിക്. യാതായാത്, ഗതാഗതം, ട്രാഫിക്. അസർ മീൻസ് ഇമ്പാക്ട്, പ്രഭാവം. അസർ, ഇമ്പാക്ട്, പ്രഭാവം. പ്രഭാവിത് ഹോന, ടു ബി എഫക്റ്റഡ്, ബാധിക്കുക. പ്രഭാവിത് ഹോന, ടു ബി എഫക്റ്റഡ്, ബാധിക്കുക. ഇനി നമുക്ക് സെന്റൻസ് നോക്കാം. ദില്ലി എയർപോർട്ട് पर भारी बारिश का असर, യാതായാത് ഹുവ പ്രഭാവിത്. ദില്ലി എയർപോർട്ട് പറിന്റെ പ്രയോഗം നമ്മൾ നേരത്തെ പഠിച്ചു, അതിൽ എന്ന് കാണിക്കാൻ അല്ലെ. ദില്ലി എയർപോർട്ട് पर, ദില്ലി എയർപോർട്ടിൽ. ഭാരി ബാരിഷ്, കനത്ത മഴ. ഭാരി ബാരിഷ് ക അസർ, അസർ മീൻസ് പ്രഭാവം. ഓക്കെ, അതിൻ്റെ ആഘാതം എന്നൊക്കെയാണ് അർത്ഥം. ഭാരി ബാരിഷ് ക അസർ മീൻസ് കനത്ത മഴയുടെ ആഘാതം. കനത്ത മഴ പെയ്തപ്പോൾ അവിടെ എന്തോ സംഭവിച്ചു. ഓക്കെ, എവിടെ? ദില്ലി എയർപോർട്ടിൽ. ദില്ലി എയർപോർട്ട് പർ ഭാരി ബാരിഷ് ക അസർ. ദില്ലി എയർപോർട്ടിൽ കനത്ത മഴയുടെ ആഘാതം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യാതായാത് ഹുവ പ്രഭാവിത്. യാതായാത് ഗതാഗതം. ഗതാഗതത്തിന് എന്ത് സംഭവിച്ചു? പ്രഭാവിത് ഹുവ. പ്രഭാവിത് ഹുവ മീൻസ് ബാധിച്ചു, ഗതാഗതത്തെ ബാധിച്ചു. ദില്ലി എയർപോർട്ടിൽ കനത്ത മഴ പെയ്തപ്പോൾ അത് ഗതാഗതത്തെ ബാധിച്ചു എന്നാണ് ഈ ഒരു സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത സെന്റൻസ് നോക്കാം. ഭാരത് ബന ചൗഥി സബ്സെ ബഡി അർത്ഥവ്യവസ്ഥ വാല ദേശ്. ഭാരത് ബന ചൗഥി സബ്സെ ബഡി അർത്ഥവ്യവസ്ഥ വാല ദേശ്. ഫസ്റ്റ് മീനിങ്സ് നോക്കാം. അർത്ഥവ്യവസ്ഥ മീൻസ് ഇക്കോണമി, സമ്പദ് വ്യവസ്ഥ. അർത്ഥവ്യവസ്ഥ, ഇക്കോണമി, സമ്പദ് വ്യവസ്ഥ. ദേശ്, കൺട്രി, രാജ്യം. ദേശ്, കൺട്രി, രാജ്യം.
ഇനി നോക്കാം, ഭാരത് ബന ചൗഥി സബ്സെ ബഡി അർത്ഥവ്യവസ്ഥ വാല ദേശ്. ഭാരത് മീൻസ് ഭാരതം, ഇന്ത്യ. ബന മീൻസ് ആയി എന്നാണ് അർത്ഥം. ചൗഥി, ചൗധ, ചൗധി എന്ന് പറയുന്നത് ഫോർത്ത്, നാലാമത്തെ. സബ്സെ ബഡി, ബഡി മീൻസ് വലുത്, സബ്സെ ബഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ. അർത്ഥവ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ, ഇക്കോണമി. വാല ദേശ് സമ്പദ് വ്യവസ്ഥയുള്ള എന്നാണ്. വാലാൻ ചേർക്കുന്നത് എന്താണ്? അർത്ഥവ്യവസ്ഥ. വാല എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയുള്ള. ദേശ് ദേശമായി. ഓക്കെ, ദേശ് മീൻസ് കൺട്രി, രാജ്യം. രാജ്യ എന്നുള്ള വാക്ക് ഹിന്ദിയിലുണ്ട്, അതിൻ്റെ അർത്ഥം ദേശം എന്നല്ല, സ്റ്റേറ്റ് എന്നാണ്. ദേശം എന്നുള്ളതിൻ്റെ അർത്ഥം കൺട്രി, രാജ്യം. രാജ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്റ്റേറ്റ്, ഓക്കെ, സംസ്ഥാനം എന്നാണ്. അപ്പോൾ ഹിന്ദിയിൽ അത് മാറിപ്പോകാതെ നോക്കണം കേട്ടോ. ഇവിടെ ദേശ് എന്ന് പറഞ്ഞാൽ കൺട്രി. ഭാരത് ബന ചൗഥി സബ്സെ ബഡി അർത്ഥവ്യവസ്ഥ വാല ദേശ്. ഇന്ത്യ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായി. ഭാരത് ബന ചൗഥി സബ്സെ ബഡി അർത്ഥവ്യവസ്ഥ വാല ദേശ്. ഇന്ത്യ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായി. അടുത്ത ന്യൂസ് ഹെഡ്ലൈൻ നോക്കാം. भारत में फिर बढ़ रहे कोरोना केस, लेकिन विशेषज्ञों ने दी राहत की खबर. भारत में फिर बढ़ रहे कोरोना केस, लेकिन विशेषज्ञों ने दी राहत की खबर. അർത്ഥം നോക്കാം. ഫിർ മീൻസ് വീണ്ടും, അഗെയിൻ. ഫിർ വീണ്ടും, അഗെയിൻ. ബെഡന ഇൻക്രീസ് കൂടുക, ബെഡന ഇൻക്രീസ് കൂടുക. വിശേഷജ്ഞ മീൻസ് എക്സ്പേർട്സ്, വിദഗ്ധർ. വിശേഷജ്ഞ, എക്സ്പേർട്സ്, വിദഗ്ധർ. രാഹത്ത് മീൻസ് റിലീഫ്, ആശ്വാസം. രാഹത്ത്, റിലീഫ്, ആശ്വാസം. ഖബർ മീൻസ് ന്യൂസ്, വാർത്ത. ഖബർ, ന്യൂസ്, വാർത്ത. ഇനി നമുക്ക് സെന്റൻസ് നോക്കാം. ഭാരത് മേ ഫിർ ബഡ് രഹേ കൊറോണ കേസ്. ഭാരത് മേം, മേം എന്ന് വെച്ചാൽ അതിൽ എന്നാണ് അർത്ഥം. മേമും പറും അതിൽ എന്നാണ് അർത്ഥം. മേം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നിന്നും, പർ എന്ന് പറഞ്ഞാൽ അതിന് പുറമേ എന്നുമാണ് അർത്ഥം. ഭാരത് മേം, ഇന്ത്യയിൽ. ഫിർ വീണ്ടും. ബഡ് രഹേ, ബഡ് രഹാ ഹേ എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ബെഡ്ന കൂടുക, ബഡ് രഹേ എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, കൂടിക്കൊണ്ടിരിക്കുന്നു. ഭാരത് മേം ഫിർ ബഡ് രഹേ കൊറോണ കേസ്. ഭാരത് മേം ഭാരതത്തിൽ, ഫിർ ബഡ് രഹേ വീണ്ടും കൂടുന്നു, കൊറോണ കേസ് ഇന്ത്യയിൽ വീണ്ടും കോവിഡ് കേസുകൾ കൂടുന്നു. ലേക്കിൻ വിശേഷജ്ഞോ നേ ദി രാഹത് കി ഖബർ. ലേക്കിൻ മീൻസ് പക്ഷേ, എന്നാൽ. വിശേഷജ്ഞോ നേ ദി, വിശേഷജ്ഞ, എക്സ്പേർട്സ്, വിദഗ്ധർ. നേ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? കർത്താടെ കൂടെ നേ വരുന്നത് പാസ്റ്റ് ടെൻസിലായിരിക്കുമ്പോൾ അല്ലെ. വിശേഷജ്ഞോ നേ, വിദഗ്ധർ. ദി രാഹത് കി ഖബർ, രാഹത് കി ഖബർ ദി. ഓക്കെ, ദി എന്ന് പറഞ്ഞാൽ ദേന, കൊടുക്കുക അല്ലെങ്കിൽ തരുക എന്നുള്ള വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ തന്നു, ഓക്കെ, അല്ല നൽകുന്നു എന്നാണ് അർത്ഥം. രാഹത് കി ഖബർ, രാഹത് മീൻസ് റിലീഫ്. ഓക്കെ, രാഹത്, റിലീഫ്, ആശ്വാസം. ഖബർ മീൻസ് ന്യൂസ്, വാർത്ത. രാഹത് കി ഖബർ, ആശ്വാസ വാർത്ത. വിശേഷജ്ഞോ നേ ദി രാഹത് കി ഖബർ, വിദഗ്ധർ ആശ്വാസ വാർത്ത നൽകുന്നു. भारत में फिर बढ़ रहे कोरोना केस, लेकिन വിശേഷജ്ഞോ നേ ദി രാഹത് കി ഖബർ. ഇന്ത്യയിൽ വീണ്ടും കോവിഡ് കേസുകൾ കൂടുന്നു, എന്നാൽ വിദഗ്ധർ ആശ്വാസ വാർത്ത നൽകുന്നു. അടുത്ത ന്യൂസ് നോക്കാം. ഗാജിയാബാദ് में छत गिरी, सब इंस्पेक्टर की मौत. गाजियाबाद में छत गिरी, सब इंस्पेक्टर की मौत. അർത്ഥം നോക്കാം. ഛത് മീൻസ് റൂഫ്, മേൽക്കൂര. ഛത്, റൂഫ്, മേൽക്കൂര. മൗത്ത് മീൻസ് ഡെത്ത്, മരണം. മൗത്ത്, ഡെത്ത്, മരണം. ഗിർന, ഫോൾ, വീഴുക. ഗിർന, ഫോൾ, വീഴുക. സെന്റൻസ് നോക്കാം. ഗാജിയാബാദ് മേ ഛത് ഗിരി. ഗാജിയാബാദ് എന്ന് പറഞ്ഞ ഒരു പ്ലേസിന്റെ പേരാണ്. ഗാജിയാബാദ് മേം, അതായത് ഗാജിയാബാദിൽ. ഛത് ഗിരി, ഛത് മീൻസ് റൂഫ്, മേൽക്കൂര. ഗിർന, വീഴുക. ഛത് ഗിരി എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. മേൽക്കൂര വീണു, ഓക്കെ, മേൽക്കൂര ഇടിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. ഗാജിയാബാദ് മേ ഛത് ഗിരി, ഗാജിയാബാദിൽ മേൽക്കൂര ഇടിഞ്ഞു. സബ് ഇൻസ്പെക്ടർ കി മൗത്ത്. സബ് ഇൻസ്പെക്ടർ കി മൗത്ത്, മൗത്ത് മീൻസ് മരണം. ആരുടെയാണ് മരണം? സബ് ഇൻസ്പെക്ടർ കി മൗത്ത്, സബ് ഇൻസ്പെക്ടറിന്റെ മരണം. ഓക്കെ, അതായത് ഗാജിയാബാദിലെ റൂഫ് വീണ ഒരു സബ് ഇൻസ്പെക്ടർ മരിച്ചു. ഇതാണ് ന്യൂസ്. ഗാജിയാബാദ് മേ ഛത് ഗിരി, സബ് ഇൻസ്പെക്ടർ കി മൗത്ത്. ഗാജിയാബാദിൽ മേൽക്കൂര ഇടിഞ്ഞു, സബ് ഇൻസ്പെക്ടർ മരിച്ചു.
അടുത്ത ന്യൂസ് നോക്കാം. शिमला में बारिश से तापमान गिरा, मौसम विभाग ने चेतावनी दी. शिमला में बारिश से तापमान गिरा, मौसम विभाग ने चेतावनी दी. അർത്ഥം എന്താ നോക്കാം. താപമാൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, താപനില. താപമാൻ ടെമ്പറേച്ചർ, താപനില. മൗസം വെതർ, കാലാവസ്ഥ. മൗസം വെതർ, കാലാവസ്ഥ. വിഭാഗ് ഡിപ്പാർട്ട്മെന്റ്, വകുപ്പ്. വിഭാഗ് ഡിപ്പാർട്ട്മെന്റ്, വകുപ്പ്. ചേതാവനി വാർണിംഗ്, മുന്നറിയിപ്പ്. ചേതാവനി വാർണിംഗ്, മുന്നറിയിപ്പ്. सेंटेंस നോക്കാം. शिमला में बारिश से तापमान गिरा, मौसम विभाग ने चेतावनी दी. ഷിംലാമേം, ഷിംലയിൽ. ഷിംല ഒരു പ്ലേസിന്റെ പേരാണ്. ഷിംലാമേം, ഷിംലയിൽ. ബാരിഷ്, ബാരിഷ് മഴ. ബാരിഷ് മീൻസ് മഴ കാരണം അല്ലെങ്കിൽ മഴയെ തുടർന്ന്. താപമാൻ ഗിര, താപമാൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, താപനില. ഗിര, ഗിര മീൻസ് ഇടിഞ്ഞു, വീണു, കുറഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. താപമാൻ ഗിര, താപനില കുറഞ്ഞു. ഓക്കെ, താപനില ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ താപനില കുറഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, ഷിംല മേ ബാരിഷ് സേ താപമാൻ ഗിര, ഷിംലയിൽ മഴയെ തുടർന്ന് താപനില കുറഞ്ഞു. മൗസം വിഭാഗ് നെ ചേതാവനി ദി. മൗസം വിഭാഗ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വകുപ്പ്, വെതർ ഡിപ്പാർട്ട്മെന്റ്. മൗസം വിഭാഗിനെ, ഓക്കെ, ഇവിടെ കർത്ത മൗസം വിഭാഗാണ്, അതിൻ്റെ കൂടെ നേ വന്നിരിക്കുന്നതുകൊണ്ട് ഇത് പാസ്റ്റ് ടെൻസ് ആണ്. മൗസം വിഭാഗിനെ, കാലാവസ്ഥാ വകുപ്പ്, ചേതാവനി ദി. ചേതാവനി മീൻസ് വാർണിംഗ്, മുന്നറിയിപ്പ്. ഇനി ചേതാവനി ദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി എന്ന് പറഞ്ഞാൽ ദേന, നൽകുക, കൊടുക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ദി. ഓക്കെ, അപ്പോൾ ചേതാവനി ദി എന്ന് പറഞ്ഞാൽ വാർണിംഗ് നൽകി. ഷിംല മേ ബാരിഷ് സേ താപമാൻ ഗിര, മൗസം വിഭാഗ് നെ ചേതാവനി ദി. ഷിംലയിൽ മഴയെ തുടർന്ന് താപനില കുറഞ്ഞു, കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ലാസ്റ്റ് ന്യൂസ് നോക്കാം. ഓപ്പറേഷൻ സിന്ദൂർ കെ ബാദ് പഹല മൻ കി ബാത് കാര്യക്രം. ഓപ്പറേഷൻ സിന്ദൂർ കെ ബാദ് പഹല മൻ കി ബാത് കാര്യക്രം. സെന്റൻസിന്റെ അർത്ഥം നോക്കാം. കെ ബാദ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ, ശേഷം. കെ ബാദ്, ആഫ്റ്റർ, ശേഷം. കാര്യക്രം മീൻസ് പ്രോഗ്രാം, പരിപാടി. കാര്യക്രം, പ്രോഗ്രാം, പരിപാടി. മൻ കി ബാത് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു റേഡിയോ പ്രോഗ്രാമാണ് മൻ കി ബാത്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ കെ ബാദ്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, കെ ബാദ് ശേഷം. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ കെ ബാദ് പെഹല മൻ കി ബാത് കാര്യക്രം. പെഹല മീൻസ് ആദ്യത്തെ. ഓക്കെ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ മൻ കി ബാത് കാര്യക്രം, മൻ കി ബാത് പ്രോഗ്രാം. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ കെ ബാദ് പെഹല മൻ കി ബാത് കാര്യക്രം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ മൻ കി ബാത് പരിപാടി. അപ്പോൾ ഇത്രയും ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഹെഡ്ലൈൻസ് ആണ്. ഹെഡ്ലൈൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ ന്യൂസ് ഹെഡ്ലൈൻസ് കൊണ്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുവെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.